ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നും ഒരു യാത്ര പോകാൻ പോയാണ്. പക്ഷേ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കല്ലാറിലോട്ടാണ്, അതായത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലോട്ടാണ്. അവിടെ മഴ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇന്ന് വലിയ മഴയില്ല, അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇനി പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നടക്കൂലെന്ന്. എന്തായിരുന്നാലും നമുക്കിന്ന് പോയി നോക്കാം. വേറെ പണിയൊന്നും ഇല്ലല്ലോ. സൺഡേ ആയാൽ എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പോയി വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇപ്പോൾ അതിനോട്. നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു ലേസി ആയിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. കുറച്ചും കൂടെ വ്ളോഗ് എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഇടണം, അങ്ങനത്തെ ഒരു മൈൻഡ് വന്നു. അപ്പോൾ അടുത്ത് പറയാനുള്ളത് ക്ലീനിങ് വീഡിയോനെ കുറിച്ചാണ്. ക്ലീനിങ് വീഡിയോ ഇടണതിന് ഇപ്പം മഴ ആയതുകൊണ്ട് കറണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ടും കുറച്ച് ദിവസത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഉറപ്പായിട്ടും ക്ലീനിങ് വീഡിയോ ഇടുന്നതായിരിക്കും. അതിനുവേണ്ടി ഞാൻ റൂം ക്ലീൻ ചെയ്യാതെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായി ക്ലീൻ ചെയ്തിട്ട്. ക്ലീനിങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലീൻ ചെയ്യാതെയാണ് വച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഞാൻ ഒരു ക്ലീനിങ് വീഡിയോ ഇടും. ആ ക്ലീനിങ് വീഡിയോ ഇടുന്നതിന് കുറച്ച് സമയം എടുക്കും, കാരണം ക്ലീൻ ചെയ്യാൻ തന്നെ ഒരുപാട് നേരം എടുക്കും. കുഞ്ഞു റൂമാണെങ്കിലും കുറച്ചധികം നേരം എടുത്തിട്ടാണ് ഞാൻ റൂം ക്ലീൻ ചെയ്യാറ്. പിന്നെ അതിനെ എഡിറ്റ് ചെയ്ത്, പിന്നെ അതിന് കറണ്ടും ഇല്ലെങ്കിൽ തീർന്ന്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഡേ അല്ല, ഇപ്പം തന്നെ ഒരു 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് അവന്മാർക്ക് ഫുഡൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിന്ന് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിനു മുമ്പ് ലിയോയ്ക്കും ലൂയിക്കും ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ കല്ലാറിലോട്ടാണ്. അതുപോലെ തന്നെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലോട്ടാണ് നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളിവിടെ മലയോര പ്രദേശമാണ്, ഭയങ്കര കാടും കുന്നും മലയും അങ്ങനെ ഒരുപാട് കാണാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ നമ്മൾ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് മുന്നേ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് എല്ലാവരും കൂടെ ടൂറ് പോയപ്പോഴാണ് പോയത്. പൊന്മുടിയിലും അതുപോലെ തന്നെ കല്ലാറിലും മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അൺലക്കി ആയിരുന്നെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ആ ഒരു പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണാനും അതുപോലെ തന്നെ കുറേ ദൂരം നടന്നിട്ട് വേണം മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൽ പോകാൻ. അന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയൊരു മഴയും. വാവ്, സൂപ്പർ. എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പം ഒന്നും കൂടെ പോയാൽ കൊള്ളാമെന്ന് തോന്നിയ ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെയാണ് നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 45 കിലോമീറ്റർ അകലെയായിട്ട് വിതുര എന്ന് പറയുന്ന സ്ഥലത്താണ്. പൊന്മുടിയുടെ അടുത്താണ് ഈ കല്ലാറ് സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 40 രൂപയാണ്. കാറിലോ ബൈക്കിലോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനും പ്രത്യേക ഫീസ് അവർ ചാർജ് ചെയ്യും. കല്ലാറിൽ നിന്ന് കുറച്ച് നേരം നമ്മൾ ട്രക്ക് ചെയ്ത് കാട്ടിലും മേട്ടിലും കൂടെ പോയാൽ നമുക്ക് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലെത്തും. 2-3 സ്റ്റെപ്പ് ബൈ ആണ് ഈ വെള്ളച്ചാട്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ മീനുകളുടെ സഞ്ചാരം മുകളിൽ തന്നെ ബ്ലോക്ക് ആവും. അതുകൊണ്ടാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് ഇതിന് പേര് വന്നത് എന്നാണ് ഐതിഹ്യം പറയുന്നത്. വാമനപുരം നദിയാണ് ഈ ഭാഗങ്ങളിൽ കല്ലാർ എന്ന് പറയുന്നതും. അതുപോലെ തന്നെ കല്ലാറിലെ ചെറിയൊരു വാട്ടർഫോളാണ് ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴി അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫുൾ കാടാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു കാട് വരുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് അവിടുത്തെ റോഡെന്ന് പറയുന്നത്. ഫുൾ വളവുകളാണ്. ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ ഒരു വഴിയെന്ന് പറയുന്നത് അവിടെ എന്തോ പണി നടക്കുകയാണ് റോഡ്. അതുകൊണ്ട് ബൈക്കിൽ നമുക്ക് ഇവിടെ കൂടെ പോകാൻ പറ്റുള്ളൂ. മാപ്പ് പറഞ്ഞു തന്ന വഴിയാണ്. ഇവിടെ കൂടെ കണ്ടോ, ഒരു പാലം ഇട്ടിട്ടുണ്ട്. ആ ഒരു പാലത്തിലൂടെയാണ് പോകാൻ പറ്റുന്നത്. അപ്പുറത്തു നിന്ന് ഒരു വണ്ടി വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് വണ്ടിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റൂല. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി നടന്നതിന് ശേഷമാണ് പോയത്. കണ്ടോ, ഇതും ഒരു വല്ലാത്തൊരു ഫീല് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ പറയേണ്ടത് ക്ലൈമറ്റാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. പക്ഷേ ഇന്നലെ വരെ അതായത് ഞാൻ പോകുന്നതിന് തലേദിവസം വരെ ഭയങ്കര മഴയായിട്ടൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, തുറക്കൂലേ എന്നൊക്കെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വെയിലായതുകൊണ്ടാണ് പോകാമെന്ന് വിചാരിച്ചത്.
ആ ഒരു കാടിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ ചെറിയൊരു മഴത്തുള്ളികളൊക്കെ വീഴുന്നതും അതൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഭയങ്കര വെയിലായിരിക്കും. ആ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പം ഭയങ്കര തണുപ്പും അതുപോലെ തന്നെ ചെറിയൊരു മഴയും അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇതാണ് കല്ലാർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം അടുത്തെത്താറായി. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുത്തെ അടുത്തുള്ള തന്നെ ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഊണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഊണ് കഴിച്ചു. സാമ്പാറും അതുപോലെ തന്നെ പപ്പടവും അവിയലും തീയലും പിന്നെ സാലഡും ഇഞ്ചിയും കൂടെ ഇഞ്ചിയുടെ എന്തോ ഐറ്റംസും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഇങ്ങനെ കുഴച്ച് ഇപ്പോഴും എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം ഓർന്നു. ഭയങ്കര രസമായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഞാനാണെങ്കിൽ പൊതുവേ പുറത്ത് പോയാൽ അങ്ങനെ ഊണ് കഴിക്കാത്ത ഒരാളാണ്. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഈ ബിരിയാണി അങ്ങനത്തെ ഉള്ള കുറച്ച് ഐറ്റംസാണ്. പക്ഷെ ഞാൻ അന്ന് എനിക്ക് ഇഷ്ടമല്ലാതെയാണ് ഞാൻ അങ്ങനെ കയറി കഴിച്ചതെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെ വീട്ടിലെ ഊണ് അതേപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കല്ലാറിൽ പോയപ്പോഴാണ് അവിടെ ഇന്ന് ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം അറിഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ മഴയാണെന്നുള്ള കാര്യം. അത് തന്നെയാണ് റീസൺ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് വിളിച്ചിട്ട് വരാമായിരുന്നു എന്ന്. ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്നിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ വന്നിട്ട് പോകേണ്ട ഒരു സ്ഥിതി വരില്ലായിരുന്നു. ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി. കാരണം നമുക്ക് സൺഡേ മാത്രമേ ഇങ്ങനെ പുറത്തൊക്കെ പോകാനുള്ള ഒരു ഓപ്ഷനുള്ളൂ. ബാക്കിയുള്ള ദിവസം ഏട്ടൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് സൺഡേ മാത്രമേ ഇങ്ങനെയൊക്കെ വരാനുള്ള ഓപ്ഷനുള്ളൂ. ഇപ്പം മഴ ആയതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. ഞാൻ വീട്ടിൽ വെച്ച് വിചാരിച്ചു ഇത് ക്ലോസ്ഡ് ആണോ അതോ ഓപ്പൺ ആയിരിക്കുമോ, എന്തായിരുന്നാലും പോയി നോക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ ഈ വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഓപ്പൺ ആയിരിക്കുമെന്ന്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു വാട്ടർഫോൾ ആയതുകൊണ്ടേ കല്ലാറായതുകൊണ്ട് നമുക്ക് അടിയൊഴുക്ക് എപ്പോഴാണ് വരണതെന്ന് അറിയാൻ പറ്റില്ല. നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതുകൊണ്ട് നമ്മൾ നേരെ എന്ത് ചെയ്തു, കുറച്ച് അപ്പുറത്തല്ലേ പൊന്മുടി, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പൊന്മുടിയിലോട്ട് പോയപ്പോഴും അവിടെയും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാം, അല്ലെങ്കിൽ കള്ളിക്കാട് എന്തെങ്കിലും പോവാം. കള്ളിക്കാട് കുറച്ച് അപ്പുറത്താണല്ലോ, അങ്ങനെ പോവാം. നമ്മൾ പോയിട്ടുണ്ട് കള്ളിക്കാട്, എന്നാലും കള്ളിക്കാട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി തിരിച്ചു. എന്നിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഇറങ്ങി പുറപ്പെട്ടേയില്ലേ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും കാണാൻ പറ്റിയ സ്ഥലം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നമ്മൾ കുറേ നേരം ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. പക്ഷെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് കള്ളിക്കാട് തന്നെ പോകാമെന്ന് വിചാരിച്ച് പോയപ്പോഴാണ് ഒരു ബോർഡ് കണ്ടത്. ബോണക്കാട് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതെവിടെയോ കേട്ടിട്ടുണ്ട്, ബോണക്കാട്. അങ്ങനെ ഞാൻ പറഞ്ഞു ഏട്ടൻ്റെ അടുത്ത്, ഏട്ടാ ബോണക്കാട് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു. ഏട്ടൻ പറഞ്ഞു ഓക്കെ ശരി പോയി നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ പകുതി ദൂരം എത്തി. അവിടെയും ഫുൾ ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് എത്തിയപ്പോഴാണ് എനിക്കെന്തോ ഒരു പേടി പോലെയൊക്കെ തോന്നി. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ബോണക്കാടിലൊരു ബംഗ്ലാവ് ഉണ്ടെന്നാണ് ആദ്യം വന്നത്. ബോണക്കാട് ബംഗ്ലാവ്. അവിടെ ഏതോ 13 വയസ്സുകാരിയുടെ പ്രേതം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പകുതി വഴിയെ പോയ തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു, നേരെ കള്ളിക്കാടോട്ട് തന്നെ പോയി. അവിടുത്തെ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പുറത്തും ഇപ്പുറത്തും ആണെങ്കിൽ ഭയങ്കര കാടും പിന്നെ വലുതായിട്ട് ആളോ അനക്കോ ഒന്നുമില്ല. അവിടെ ഒരു വീടില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പിന്നെ തിരിച്ചു പോയത്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു. അങ്ങനെ നമ്മൾ നേരെ എന്ത് ചെയ്തു, കള്ളിക്കാട്ടിലോട്ടാണ് പോയത്. ഇന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് കള്ളിക്കാട് പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ കള്ളിക്കാട്ടിലോട്ടാണ് ഇനി പോകുന്നത്. കള്ളിക്കാട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ വിതുരയിൽ തന്നെയുള്ള ഒരു ചെറിയൊരു കഫേയിലോട്ട് കയറി. സത്യം പറഞ്ഞാൽ ഇരുന്നിരുന്ന് വയ്യാതായി. കാരണം ഫുൾ ടൈം നമ്മൾ ഇന്ന് ബൈക്കിലാണ് യാത്ര ചെയ്തത്. ഇരുന്നിരുന്ന് വയ്യാതായതുകൊണ്ട് ഒന്ന് നടു നിവർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കയറിയത്. ഇവിടെ കയറിയപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഫലൂദയും അതുപോലെ തന്നെ പോക്കറ്റ് ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഏട്ടനാണെങ്കിൽ കുക്കീസും ഒരു ഫലൂദയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തി. ആദ്യം തന്നെ പോക്കറ്റ് ഷവർമ നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ നേരത്തെ എപ്പോഴോ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട്. സോസൊക്കെ പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് വായിലോട്ട് വെച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. പോക്കറ്റ് ഷവർമ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബ്രെഡ് നന്നായിട്ട് ബ്രെഡിൻ്റെ അകത്ത് ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഫ്രൈഡ് ചിക്കൻ പോലെ ഇങ്ങനെ എന്തോ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ് പോക്കറ്റ് ഷവർമ. നമ്മളുടെ ഷവർമയുടെ അത്ര ആ ഒരു ഇതില്ലെങ്കിലും
കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം ഏട്ടൻ്റെ ഫലൂദ വന്നു. അത് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫലൂദ വന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫലൂദ കഴിക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് തോന്നും. പക്ഷേ എനിക്ക് എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുത്തി ഇളക്കി മറിച്ച് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഏട്ടന് അത് വലിയ താല്പര്യമില്ല. ഏട്ടൻ കാണുമ്പോൾ അയ്യേ അങ്ങനെ ഒരു ഫീലാണ് ഏട്ടന്. ഞാൻ ഇങ്ങനെയാണ് കഴിക്കാറ്. നിങ്ങളിൽ ആരൊക്കെയാണ് ഇങ്ങനെ കഴിക്കാറെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കള്ളിക്കാട്ടിലോട്ടാണ് പോയത്. എൻ്റെ അടുത്ത് ആദ്യം ഏട്ടൻ പറഞ്ഞു ഇനി നമുക്ക് പോണ്ടാന്ന്, നേരെ വീട്ടിലോട്ട് പോകാം, വയ്യാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ എന്നെ കള്ളിക്കാട്ടിലോട്ട് എന്നെ കൊണ്ടുപോയി. ആ പോകുന്ന വഴിക്കാണ് ദാ ഈ ഒരു സാധനം ഞാൻ കാണുന്നത്. ഇത് ഒരു സൈഡിൽ ഫുള്ള് ഇങ്ങനെ പടർന്ന് പിടിച്ച് വളരുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതാണ് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഫേസൊക്കെ നോക്കി. ഫേസ് നോക്കിയപ്പോഴാണ് ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്. എൻ്റെ ലിപ്സ്റ്റിക് എല്ലാം പോയിരുന്നു. ഇനി എന്തായിരുന്നാലും കള്ളിക്കാട് എത്തിയിട്ട് ഒന്ന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മിനുക്കണം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കള്ളിക്കാട് എത്തി. വണ്ടി പാർക്ക് ചെയ്ത ശേഷം നമ്മൾ അകത്തോട്ട് കയറി. ഒരാൾക്ക് 10 രൂപ വെച്ചാണ്, പിന്നെ 2 വീലറിന് 10 രൂപ, അങ്ങനെ നമുക്ക് ടോട്ടൽ 30 രൂപയാണ് ആയത്. അങ്ങനെ ഞാൻ ഉറക്കം എണീറ്റതുപോലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നപ്പോഴാണ് ഒരു ആശ്വാസമായത്. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഡാം തുറന്നു വിട്ട കാര്യം അറിഞ്ഞത്. വലിയ തിരക്കൊന്നും ഇല്ലായിരിക്കുമെന്ന് വിചാരിച്ച് പോയതാണ്. ഡാം തുറന്നു വിട്ടത് കൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എൻട്രൻസിലോട്ട് പോയി. നേരെ പോയി ആദ്യം കണ്ടത് ഡാം തുറന്നു വിട്ടിരിക്കുന്നതാണ്. അപ്പം തന്നെ ഞാൻ ഓടി അങ്ങോട്ട് പോയി. ഐ ലവ് നെയ്യാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് പോയി. അപ്പോഴാണ് നന്നായിട്ട് ഈ വെള്ളച്ചാട്ടം അല്ലല്ല ഡാം തുറന്നു വിട്ടത് കാണാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ കുറച്ചു നേരം ഈ ഒരു കാഴ്ചയും കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ രണ്ടുപേരും ഒരിടത്ത് പോയി ഇരുന്നു. അവിടെയാണെങ്കിൽ ഇരിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഉറക്ക ക്ഷീണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കൈയും കാലൊക്കെ ഒന്ന് നിവർത്തി ഇരുന്ന ശേഷം ഞാൻ എൻ്റെ പുതിയൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ബാഗ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. വലിയ റേറ്റൊന്നും ആയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കല്ലാറിൽ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ഒടുവിൽ നെയ്യാർ ഡാമിലാണ് എത്തിയത്. എനിക്ക് രാവിലെ ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ തുറക്കൂല എന്നൊക്കെ. പക്ഷെ രാവിലെ പോയി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് പോയി. അവിടെ തുറന്നില്ല. അവസാനം പൊന്മുടി പോയി നോക്കി, അവിടെയും തുറന്നില്ല. പിന്നെ ബോണക്കാട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഭയങ്കര സ്ട്രെയിഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെയും പോകാൻ പറ്റില്ല. അവസാനം നമ്മൾ വിചാരിച്ചു എന്തായിരുന്നാലും നെയ്യാർ ഡാമിൽ വരാമെന്ന്. ഇവിടെ ആരും കാണൂലെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇപ്പം അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഡാം തുറന്നു വിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ക്ലിപ്സ് കണ്ടു കാണുമല്ലോ. അപ്പം ഡാം തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഒന്ന് നടുവൊക്കെ നിവർത്തിയിട്ട് പോകാം. രാവിലെ ഒരു 12 മണിയായപ്പോൾ തുടങ്ങിയതാണ് ബൈക്കിലുള്ള യാത്ര. ഇപ്പം ഏകദേശം 5 മണിയാവാൻ പോയി. ഇതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 5-10 മിനിറ്റ് ഇറങ്ങിയെന്നല്ലാതെ ഇറങ്ങിയതേ ഇല്ല. അതുകൊണ്ട് നല്ല ബാക്ക് പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇരുന്നൊന്ന് നടുവൊക്കെ നിവർത്തി കുറച്ച് ചില്ല് ചെയ്തിട്ട് വീട്ടിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഓരോരോ കാഴ്ചകളും കണ്ട് പിന്നെ ചെറിയൊരു അരുവി എന്നല്ലല്ലോ, ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ പോയി. പിന്നെ എനിക്ക് ഇങ്ങനെ ഡബ് ചെയ്യാതെ അല്ലാതെ തന്നെ എടുക്കണമെന്നുണ്ട്. പക്ഷെ അതിന് ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. ഉടനെ ഞാൻ അങ്ങനെ ഒരു വ്ളോഗ് ഇടും, അതെനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് പോയില്ലേ കല്ലാറ്, അവിടെ വേറൊരു ദിവസം പോയി ആ വ്ളോഗ് ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. അത് ഷുവറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അകത്ത് കയറാൻ പറ്റാത്തതിൽ നല്ല സങ്കടമുണ്ട്. ആ സങ്കടം നമുക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം ചില്ല് ചെയ്ത് ആശ്വസിക്കാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടെ ഫുള്ളും ചുറ്റി കാണാനുള്ള ആ ഒരു ശേഷി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഇവിടെ ചുറ്റി കാണാനാണെങ്കിൽ കുറേ നേരം നടക്കേണ്ടി വരും, അപ്പുറത്ത് പോകേണ്ടി വരും, ഡാമിൻ്റെ അവിടെ സൈഡ് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി വീട്ടിൽ പോവാമെന്ന്. ഇവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു ചേട്ടനോ അനിയനോ എനിവൺ ആരായിരുന്നാലും ഒളിഞ്ഞ് നിന്ന് ഹായ് കണ്ടത്. അങ്ങനെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് ഹായ് കാണിക്കണേ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അറിയാമെന്നുള്ളവർ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ വണ്ടിയെടുത്ത് നേരെ വീട്ടിലോട്ട് തിരിച്ചു. ഇനി കുറച്ച് ദൂരവും കൂടെ ഉണ്ട് കേട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അതുവരെയുള്ള ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിങ്ങനെ റെക്കോർഡ് ചെയ്യണേക്കാളും അപ്പം തന്നെ വോയിസ് ചെയ്യുന്നതാണ് ഇഷ്ടം. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാരണം നോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു മൈക്ക് ഉണ്ടെങ്കിലേ അതിനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും വോയിസൊക്കെ. അങ്ങനെ ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും.
ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ നന്നായിട്ടൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇന്നത്തെ ദിവസം പോയ കാര്യങ്ങളൊന്നും നടന്നില്ല, നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. എന്തായാലും ഫുഡ് അടിയെങ്കിലും നടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.